ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വത്ത് ആകുന്ന കുറച്ച് ഇയർബഡ്സുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന പല ബ്രാൻഡുകളും അല്ലെങ്കിൽ പല മോഡൽസും എൻ്റെ സജഷൻസ് ആണെന്ന് കൂട്ടിക്കോളൂ. എല്ലാ മോഡൽസും എല്ലാ ബ്രാൻഡും ഞാൻ അങ്ങനെ വാരി വലിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അതായത് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് അറിയാനായിട്ട് വീഡിയോയുടെ കമൻ്റ് ആയിട്ടുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഞാൻ അതിൽ റെസ്പോണ്ട് ചെയ്യാൻ കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല, ഉറപ്പായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ ഇയർബഡ്സുകളല്ല എല്ലാ ഗാഡ്ജറ്റ്സുകളും ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ സെയിൽ ചെയ്യാറുണ്ട്. കൂടാതെ ഇയർബഡ്സ് കേസസ്, അതിപ്പോൾ പ്രീമിയം ആണെങ്കിലും നോർമൽ ക്വാളിറ്റി ആണെങ്കിലും അവിടെയുണ്ട്. കൂടാതെ വാച്ച് സ്ട്രാപ്പുകൾ, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എന്നിങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് സെയിൽ ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമുക്ക് 1000 രൂപയ്ക്കുള്ളിൽ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോട്ടിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബോട്ടിൽ തന്നെ തുടങ്ങാം. എയർ ഡോപ്സ് ആൽഫ 999 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്ക് 699 രൂപ കിട്ടും. നോർമലി 799 749 ഓഫറിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 100 രൂപ വീണ്ടും കുറച്ചിട്ട് 699 രൂപ കിട്ടുന്നതാണ്. ഒരു ഹാഫ് ഇൻ ഇയർ വേണമെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് പോകുന്നതിൽ വലിയ തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ബീസ് മോഡ് സഹിതം അതിനകത്തുണ്ട്. 131 749 രൂപയ്ക്കുണ്ട്. പക്ഷേ അതിൽ ബീസ് മോഡ് എന്ന് പറഞ്ഞ സംഭവമില്ല, അതായത് ഗെയിമിംഗ് മോഡൊന്നും ഇല്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗെയിമിംഗ് മോഡ് സഹിതം ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് എയർ ഡോപ്സ് 161 അല്ലെങ്കിൽ 163 എന്ന് പറയാം. നമുക്ക് 1299 നോർമൽ റേറ്റിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ 899 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. 40 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റിൽ കിട്ടും. സോ ഇത് നോക്കാം. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ലോ ലേറ്റൻസി മോഡില്ല. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വേണ്ടി ഇത് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് അയ്യോ മേടിക്കണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്യും. എന്നാൽ മൂവീസിന് മ്യൂസിക്കിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാം 899 രൂപയ്ക്ക്. ഇനി അടുത്തത് ബോൾട്ടിൻ്റെ W40 കേട്ടോ, 999 രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കാം. അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1299 രൂപയാണ്. സത്യം പറഞ്ഞാൽ W40 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞത്. പിന്നെ ആകെ പറയുന്നത് കുറച്ചൊരു കേസ്, ഒരു ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ അതിനകത്ത് പറയുന്നുണ്ടാവും. എന്തായാലും 999 രൂപയ്ക്ക് നമുക്കിപ്പോൾ വർത്ത് ബൈങ് ആണ്. 4.1 സ്റ്റാർ റേറ്റിംഗ് സഹിതം നമുക്കിവിടെ കാണാം. 48 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ലോ ലേറ്റൻസി മോഡ് എല്ലാം സഹിതം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കൂടാതെ നോയ്സിൻ്റെ ബഡ്സ് VS102+. ഇവിടെ ഇത് പറയാനുള്ളത് 1599 രൂപ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കണ്ടു. പക്ഷേ 1299 തന്നെയാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് 999 രൂപയ്ക്ക് വാങ്ങിക്കാം. 70 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ കോട്ട് മൈക്ക് വിത്ത് ENC ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ടൈം കൂടുതൽ വേണമെങ്കിൽ ഇവിടേക്ക് പോകാം. അതർവൈസ് 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ഞാൻ പറയുന്നത് W40 തന്നെയാണ്. അതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. ഇനി 1500 രൂപയ്ക്കുള്ളിൽ നോക്കുന്നെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ Oppo Enco Buds 2. ബിഗ് ബില്യൺ ഡേയ്സിൽ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന് 1499 റേറ്റിൽ വരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ വന്നിട്ടുണ്ട് 1799 നോർമൽ റേറ്റ്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് 2799 മാറിയിട്ടുണ്ടായിരുന്നു. ആരും മേടിക്കാത്തതുകൊണ്ട് തന്നെ വീണ്ടും ഒരു എന്താ പറയുക നാണം കെട്ട് വീണ്ടും താഴോട്ട് ആ ഒരു 1799 വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് 1499 മേടിക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്, വർത്ത് ബൈങ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ Oppo Enco Buds ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ തന്നെ T100 Oppo Enco Budsഉം T100ൻ്റെ ഒരു കമ്പാരിസൺ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 1299 നമുക്കിപ്പോൾ വാങ്ങിക്കാം. 1500 രൂപയാണ് ഈ ഒരു T100 നോർമൽ റേറ്റ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 1300 രൂപയ്ക്ക് എന്താ പറയുക ഇത് വർത്താണ് Oppo Enco Buds 2-നേക്കാളും. എന്നാൽ ഇവരുടെ റിയൽമിയുടെ തന്നെ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് 2110. 1499 ഇപ്പോൾ ഒരു 100 രൂപ കൂടി കുറഞ്ഞിട്ട് 1399 കിട്ടും. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓവി നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തിട്ടില്ല. കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കേസ് നമ്മുടെ ദീപ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്, പ്രീമിയം ക്വാളിറ്റി. സോ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ കേസ് ലഭ്യമാകുന്നതാണ്. നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. മറ്റുള്ള എല്ലാ സ്ഥലത്ത് കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ടാണ് പ്രീമിയം ക്വാളിറ്റി കേസും ഞാൻ അവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C40 Ultra 1499 നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്ക് 1297 രൂപയ്ക്ക് ലഭ്യമാകും. 100 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ടോട്ടൽ പ്ലേ ടൈം ആണ് ആവശ്യമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു C40 Proയിലേക്ക് പോകൂ, ഒരു പ്രശ്നമില്ല, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് ഞാൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. 1699 നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്ക് 1399 കിട്ടും. എയർ ഡോപ്സ് 161 ANC 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത. കുറേ പേര് പറയും 1500 രൂപയ്ക്കുള്ളിൽ ഒരു
ANC ഉള്ള പ്രോഡക്റ്റ് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 1500 ഞാനിത് ഇൻക്ലൂഡ് ചെയ്യത്തേയില്ല. എന്തായാലും ഞാൻ ഏത് സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 നല്ലൊരു ഓപ്ഷനാണ്. 1299 കിട്ടുന്നു എന്ന് പറയുന്നതും മറ്റൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്ലേ ടൈം ആണ് കൂടുതൽ വേണമെങ്കിൽ ഉറപ്പായിട്ടും C40 പ്രോയിലേക്ക് പോകാം. കൂടാതെ T110 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് 2000 രൂപയ്ക്കുള്ളിൽ ഏതൊക്കെ വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് 2 ചോയ്സാണ് കേട്ടോ നമ്മൾ ബോട്ട് നിർവാണ അയോണിൽ പറയാനുള്ളത്. അതായത് നിങ്ങളുടെ ബജറ്റ് 1500 ആണ്, പക്ഷെ ഒരു 100 രൂപ കൂടി കൂട്ടിയാലും കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നിർവാണ അയോൺ മേടിച്ചോളൂ. നല്ല പ്രോഡക്റ്റാണ്, വർത്ത് ബൈങ് ആയിരിക്കും, അതിൽ വേറൊരു സംശയമില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ 1597 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാം. അതായത് 1600 രൂപയ്ക്ക് നമുക്ക് ബോട്ട് നിർവാണ അയോൺ കിട്ടുന്നതാണ്. നല്ല ബേസ് ആണ്, പ്രത്യേകിച്ച് ആ ഒരു ഹൈഫൈ DSP5 ആ ഒരു ചിപ്പ് സെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ മോഡോ അങ്ങനെ സംതിങ് ഒരു EQ മോഡുണ്ട്. അതങ്ങോട്ട് ഓണായി കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഗാനമേളയൊക്കെ പോയി കേൾക്കത്തില്ല, അതേപോലത്തെ ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ബേസ് ലവർ ആണെങ്കിൽ 1500 ആണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ ഒരു 100 കൂടി ഇട്ടിട്ട് ഇതങ്ങോട്ട് വാങ്ങിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. ഇനി അതല്ല 2000 രൂപ ബജറ്റാണ് നിങ്ങൾ നോക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് 2000 രൂപ തന്നെ മുടക്കാൻ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് 400 രൂപ സേവ് ചെയ്യാം. കാരണം 1600 രൂപയ്ക്ക് നിർവാണ അയോൺ കിട്ടുന്നതാണ്. 120 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, അതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. കൂടാതെ നിർവാണ അയോൺ ANC 2299 പ്രോഡക്റ്റ് 1999 കിട്ടുന്നു. ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒരു ഉപയോഗവും എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല മറ്റേ നിർവാണ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് ANC മേടിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നിർവാണ അയോൺ അത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയും കേസ് പ്രീമിയം ക്വാളിറ്റി നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കൂടാതെ T300 2299 പ്രോഡക്റ്റ് 1999 കിട്ടുന്നു. CMF by Nothing Buds 2299 ആണ്. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് 2499 കാണാം. ഇപ്പോൾ പക്ഷേ 1999 നമുക്ക് ലഭ്യമാകും. കൂടാതെ OnePlusന്റെ നോട്ട് ബഡ്സ് 2R 2199 പ്രോഡക്റ്റ് 1799 ലഭ്യമാകുന്നു. ഇതിനകത്ത് അതായത് 2000 രൂപയ്ക്കുള്ളിൽ ഏത് മേടിക്കണമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞൊരു പ്രോഡക്റ്റ് CMF by Nothing Buds. എനിക്ക് ഏറ്റവും പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് ആക്ച്വലി ഒരു CMF by Nothing Buds എന്ന് പറയുന്നത്. ചിലർ പറയും കേസ് ക്വാളിറ്റി ഇല്ല അത് ഇതെന്നൊക്കെ പറയും, പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ മേടിക്കേണ്ട. ഞാൻ ഓൾറെഡി ഈ ഒരു T300 അതുപോലെ തന്നെ CMF by Nothing Buds ഒക്കെ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിർവാണ അയോണും T300 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്നാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഓവറോൾ ഒരു പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോഡക്റ്റ് CMF by Nothing Buds തന്നെയാണ്, അതിൽ വേറെ ഒരു സംശയമില്ല. ഇനി അതല്ലെങ്കിൽ ഉറപ്പായിട്ടും T300 പോകുന്നതിൽ കൂറ്റൊന്നുമില്ല. അവസാനം വേണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ വെക്കാം, നിർവാണ അയോൺ ANC. ഞാൻ പറഞ്ഞു 1500 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് വാങ്ങിക്കുന്നതെങ്കിൽ മാത്രം നിങ്ങൾ അയോൺ മേടിച്ചാൽ മതി. അതായത് 1600 രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അത്. എന്നാൽ 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, മാക്സിമം 2000 രൂപ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ CMF by Nothing Buds അത് തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡ്സുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ ആഗ്രഹിച്ച ബഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻ്റ് ആയിട്ടിട്ടുള്ളൂ, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും മറ്റുള്ള കാറ്റഗറിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടിട്ടുള്ളൂ, ഞാൻ അതും അങ്ങോട്ട് അടുത്ത് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.